നമുക്ക് തോൽവികളുണ്ടാവും. ആ തോൽവിയെ ഒരു ജയം കൊണ്ട് മാത്രമേ നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂ. ഒരു നമ്മളെ പ്രശ്നം വെച്ചാൽ ഒരു 6-7 പ്രശ്നങ്ങളാണ്. ഒന്ന് സമയമില്ല നമ്മൾ പറയും, ഒന്ന് ടൈമില്ല നമ്മൾ പറയും, 2 പേഴ്സണൽ ഇഷ്യൂസ് വരും, 3 ഫാമിലി, ജോലി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഒരു ദിവസം 24 മണിക്കൂറുണ്ട് അല്ലേ? നമ്മൾ ടൈം ഇല്ല, പക്ഷെ നമ്മൾ ടൈം ഉണ്ടാക്കണം. പിന്നെ നമ്മളെ പ്രശ്നം അതാണ്, ഈ എന്ത് പഠിക്കണം എന്നുള്ളതിന് സിലബസ് വരുന്നവരെ പഴയ സിലബസ് മാത്രം നോക്കി പോവുക. ഇത് മാത്രമല്ല, സിലബസ് വരുമ്പോൾ നമുക്ക് പറ്റാത്ത സാധനങ്ങളൊക്കെ വരട്ടെ, നമുക്കതിനെ പഠിക്കാം. ആ ഡിറ്റർമിനേഷനോട് എനിക്കിത് കിട്ടും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. 2, അതിനെ പാഷനാക്കി മാറ്റുക, പഠനത്തെ പാഷനാക്കി മാറ്റുക. നമസ്കാരം, ടോപ്പ് റാങ്ക് ലൈഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സക്സസ് സ്റ്റോറിയുമായിട്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് കോട്ടയത്താണ്. ഇന്ന് സക്സസ് സ്റ്റോറിയുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് പാലക്കാട് എടത്തനാട്ടുകരയിലുള്ള റിയാസുമായിട്ടാണ്. റിയാസ് ഇക്കഴിഞ്ഞ STO സെയിൽസ് ടാക്സ് ഓഫീസർ പരീക്ഷയിൽ 1ാം റാങ്ക് ജേതാവാണ്. മാത്രമല്ല കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ ഖാദി ബോർഡ് നിരവധി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. നിലവിൽ ഖാദി ബോർഡിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ റാങ്ക് എന്ന് പറയുന്നത് സെയിൽസ് ടാക്സ് ഓഫീസറിൽ 1ാം റാങ്കാണ്. അപ്പം ഒരുപാട് റാങ്ക് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ റിയാസിന് പറയാനുണ്ടാവും. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഇതൊക്കെ തന്നെയാണ്, നന്നായിട്ട് പോണ്. ഇത് തന്നെയാണ് വിശേഷം. എവിടെയാണ് കറക്റ്റ് സ്വദേശം? പാലക്കാട് കറക്റ്റ് മണ്ണാർക്കാട്, എടത്തനാട്ടുകര. ഈ എടത്തനാട്ടുകര പിന്നെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നോ? സ്കൂളിംഗ് ആണ്. ഞാൻ ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്, +2 വരെ പഠിച്ചത്. അതിനുശേഷം ഡിഗ്രിക്ക് ഒരു പ്രൈവറ്റ് കോളേജിൽ പോയി. വീടിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രൈവറ്റ് കോളേജായിരുന്നു. പിന്നെ അതിനുശേഷം PG MCOM, അതും തൊട്ട് നാട്ടിലുള്ള ഒരു പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്വദേശത്ത് സെന്റ് മേരീസ് കോളേജിലായിരുന്നു. ആദ്യമായിട്ടാണോ മാറി നിൽക്കുന്നത്? അങ്ങനെ ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. 20 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് കോട്ടയത്തേക്ക് അത് മാറി നിൽക്കുന്ന ആദ്യമായിട്ടാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, പെങ്ങളുണ്ട്, വൈഫ്, 2 കുട്ടികൾ. മക്കളുടെ പേരെന്താ? മക്കളുടെ പേര് ഒന്ന് ജിയാൻ റൂഹി, അഫ്നീഷൽ. വൈഫ് തൻസിഹ. അപ്പൊ ഇവരെല്ലാം ഇപ്പൊ പാലക്കാടുണ്ട്? അതെ. ഇപ്പൊ നിലവിൽ ഖാദി ബോർഡിലെ അസിസ്റ്റന്റ് മാനേജറാണ്. MCOM ആണ് ക്വാളിഫിക്കേഷൻ? MCOM നെറ്റ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ MCOM നെറ്റ് ക്വാളിഫൈഡ് ആണ്. അത് ശരി. ഞാൻ 11 വർഷമായിട്ട് അധ്യാപകനായിരുന്നു. ഏത് കോളേജിലായിരുന്നു? പെരിന്തൽമണ്ണ അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുന്ന ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്. അവിടെ 11 വർഷമായിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HOD ആയിരുന്നു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ HOD ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു, അതായത് ഒരു PSC ഇപ്പം കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന് പറഞ്ഞു, PSC സർക്കാർ സർവീസിലേക്ക് വരണം എന്നുള്ള ഒരു അധ്യാപക ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു തോന്നൽ വന്നത് എങ്ങനെയാണെന്ന് പറയാം? ശരിക്കും പഠനകാലത്തൊന്നും അങ്ങനെ PSCയിലേക്ക് എത്തിപ്പെടുമെന്നും ധാരണയില്ല. പക്ഷെ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് വാല്യുവേഷനൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള കോളേജ് അധ്യാപകരെ കാണുമ്പോൾ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവരെ സ്റ്റാഫ് റൂം, അവർക്ക് കിട്ടുന്നൊരു പ്രിവിലേജൊക്കെ ഉണ്ടായിരുന്നു. മിക്ക ചീഫുമാരും അവർ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഒരു സീറ്റിൽ ഒരു ദിവസം ഞാനിരിക്കും എന്നുള്ള ഒരു ആഗ്രഹം അതിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കോളേജ് അതിൽ ഒന്ന് പിടിക്കാം എന്ന ആഗ്രഹം അങ്ങനെ മുളകൊട്ടി വന്നിരുന്നു ഒരു 2014-15 കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ 2019 നവംബർ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ വെച്ച്, നവംബറിലാണ് ഈ കോളേജ് കൊമേഴ്സ് വിളിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും PSCയിലേക്ക് കാല് കുത്തുന്നത്. അതുവരെ PSC എഴുതാറുണ്ട്, LDC ഏതെങ്കിലുമൊക്കെ വരും, നമ്മൾ എഴുതും, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് പഠിച്ച് എഴുതുക എന്നുള്ളത് 2019 ഈ ഡിസംബർ നവംബറിലാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ കോളേജ് വിളിച്ച ഉടനെ തൊട്ടടുത്തുള്ള ഒരു മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു PSC കോച്ചിങ് സെൻറ്ററിനെ നമ്മൾ സമീപിച്ചു. അവിടെ ജോയിൻ ചെയ്തു കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ട്, കൊമേഴ്സ് പഠിക്കാൻ. നന്നായിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ നന്നായിട്ട് പോവുമായിരുന്നു. പോയി തുടങ്ങി. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സിലബസ് വന്നു. സിലബസ് വന്നപ്പോൾ നമ്മൾ തളർന്നു പോയി. കാരണം അത്രയും വർഷം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരുന്ന ഡിസ്ക്രിപ്റ്റീവ് ആക്കി. ആദ്യത്തെ പരീക്ഷ എഴുതിയ ആളാണ്. അതെ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആക്കിയോട് കൂടി നമ്മളെ മൊത്തത്തിലൊരു താളം തെറ്റി.
അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്നാലും പിന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് അതിൻ്റെ ഒപ്പം അവിടെയുള്ള കോച്ചിങ്ങും പിന്നെ കുറച്ച് 2-3 പേരൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഡയാന സജന അവരൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പൈൻ സ്റ്റഡി തുടങ്ങി എക്സാം ഏതായാലും എഴുതി. എക്സാം എഴുതിയപ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു, കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയായിരുന്നത്. ജനുവരി 2021 എക്സാം എഴുതി. പക്ഷേ നമ്മൾ റിസൾട്ട് വരുന്നതിന് മുന്നൊക്കെ നമുക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലോ ഒരു ബാക്കപ്പ് എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് STOക്ക് എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഒരു മെയ് മാസത്തിൽ 2021 നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ എനിക്ക് കോളേജ് സമയത്ത് തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മ വേറെ ഉണ്ടായിരുന്നു. ഒരു 3-4 പേരടങ്ങിയ ഒരു സാബിറ അതേപോലെ ജിഷ്ണ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു 2-3-4 പേരുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. കോളേജിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുണ്ടായിരുന്നു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവരെന്ന് ഞാൻ കോൺടാക്ട് ചെയ്തു, നമുക്ക് STOക്ക് വേണ്ടിയിട്ട് പഠിച്ചാലോ എന്നിട്ടൊരു ഗ്രൂപ്പും തുടങ്ങി. STO അവർ ഡ്രീം എന്നൊക്കെ പറഞ്ഞിട്ടൊരു 4-5 പേരുണ്ട്. അതിൽ ഈ സാബിറ എന്ന് പറയും, ഞങ്ങൾ സാബിത്താത്ത എന്ന് വിളിക്കാം. അവർ ഇങ്ങനെ ഞങ്ങൾ ക്ലാസ് ഇങ്ങനെ കൊണ്ടുപോകും, ക്വിസുകളൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യും. ആ സമയത്താണ് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, അൾട്ടസിൽ ഞങ്ങൾ ഒപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്, ഷമീം എന്നാണ്, കണ്ണൂരിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൂടെ നമുക്ക് കൂട്ടാമെന്ന് പറഞ്ഞു. ഓക്കെ, സന്തോഷം. അങ്ങനെ ഷമീം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരിക. അങ്ങനെ ആ ഗ്രൂപ്പ് ജസ്റ്റ് ഇങ്ങനെ മുളപൊട്ടി വന്നു. പക്ഷേ ആ ഗ്രൂപ്പ് കുറേ കാലം നിലനിന്നില്ല. പിന്നെ 2-3 പേരങ്ങനെ ഗൾഫിലേക്ക് പോയി. അങ്ങനെ ആയി. ഞാനും ഷമീം സാറുമായി. ആ സമയത്താണ് പരംജ്യോതി, തിരുവനന്തപുരത്തുള്ള പരംജ്യോതി ഓൺലൈൻ കോച്ചിങ് STOയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കോളേജ് എറ്റിനൊക്കെ പോയിട്ട് പൊട്ടിപ്പാളീസായതാണല്ലോ, അപ്പോൾ വെറുതെ കോച്ചിങ്ങിനൊന്നും പോകണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കോച്ചിങ്ങിന് ചേർന്നു. കോച്ചിങ്ങിന് നമ്മൾ ചേർന്നപ്പോൾ നമ്മൾ വിളിക്കും. കോച്ചിങ്ങിന് വിളിച്ചപ്പോൾ അതൊരു അനുഭവമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു മേഡമുണ്ട്, സുനിത മേഡത്തിനെയാണ് വിളിക്കുന്നത്, നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം മേഡം ആദ്യം പറഞ്ഞ തന്നെ പരംജ്യോതിയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളെ ഈ STO വരുമ്പോൾ STOയിൽ റാങ്കിൽ ഉണ്ടാവണം, മുന്നിൽ തന്നെ ഉണ്ടാവണം. അതോടൊപ്പം നമ്മൾ മന്ത്ലി ടെസ്റ്റൊക്കെ ഉണ്ടാവും. മന്ത്ലി ടെസ്റ്റിൽ ഒരു മിനിമം 2-3 എണ്ണത്തിലെങ്കിലും ഫസ്റ്റ് റാങ്ക് അടിക്കണം. അവിടുത്തെ മന്ത്ലി ടെസ്റ്റിൽ സമ്മാനമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു, ഞാൻ റാങ്ക് ലിസ്റ്റിലും വരും, മിനിമം ഒരു പരീക്ഷയ്ക്കെങ്കിലും പരംജ്യോതിയിൽ ഞാൻ സമ്മാനം വാങ്ങിക്കുന്നു പറഞ്ഞു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് എക്സാമിന് തന്നെ പരംജ്യോതിയിലെ ഫസ്റ്റ് റാങ്ക് അന്ന് എനിക്കായിരുന്നു. അപ്പോൾ അതങ്ങനെയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പരംജ്യോതിയിൽ ജോയിൻ ചെയ്തു. ഞാനും ഷമീം സാറും ജോയിൻ ചെയ്തു. പരംജ്യോതി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ക്ലാസ് ഉണ്ട്, ചിട്ടയായിട്ടുള്ള ക്ലാസ്സുകൾ അങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്ത് ഞാനും ഷമീം സാറും കൂടെ കൂടിയിട്ട്, ഞങ്ങൾ പരിചയം ഉണ്ടല്ലോ, ഒരു 2-3 ആഴ്ചയുള്ള പരിചയമുണ്ട്, സാറും കൂടെ കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരെയും കൂട്ടിയിട്ട്. ആ ഗ്രൂപ്പിലേക്കാണ് പിന്നെ നമ്മളെ ശ്രീകുമാർ സാറ് കടന്നു വരുന്നത്. സാർ 2ാം റാങ്ക് കിട്ടിയിട്ടില്ല, അതെ ശ്രീകുമാർ സാർ കടന്നു വരുന്നത്. സാറും കൂടെ കടന്നു വന്നു. അതിനുശേഷം നമ്മൾ ആ ഗ്രൂപ്പിന് കുറച്ചും കൂടെ ആറ്റിക്കുറുക്കിയിട്ട് ഒരു ചെറിയ ഗ്രൂപ്പാക്കി മാറ്റി. അതിൻ്റെ പേര് ഡിസ്കഷൻ ഗ്രൂപ്പ് എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 80 പേര് ഒക്കെ ഉണ്ടാവും, അതിൽ 70 പേരൊക്കെ ഉണ്ടാവും. അതങ്ങനെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട്. ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഞങ്ങൾ ഡെയിലി ക്യൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ വെറുതെ ഒരു ക്യൂസ് ഒന്നല്ല, ഞങ്ങൾ ടെലഗ്രാമിൽ ക്യൂസുകൾ നടത്തും. പോള് പോലെ ഈ സ്റ്റോക്ക് ഈ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യൻസ് ടൈം വെച്ച്. അപ്പോൾ ഒരു ദിവസം 3-4 ക്യൂസുകളൊക്കെ ചെയ്യും. ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോയി. അതിൽ ഈ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ബാക്കോട്ട് അടിയുന്നത് പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ അതിനൊന്നും കൂടെ ഉണ്ട് ചുരുക്കി. എന്നിട്ട് അതിനൊരു പേര് കൊടുത്തു, പച്ചമഷി. പച്ചമഷി വന്നോടുകൂടി ചിത്രം മാറി. സത്യം പറയുകയാണെങ്കിൽ ചിത്രം മാറി. അത് രാവിലെ ക്ലാസ്സുകൾ, രാവിലെ ക്വിസ്, വൈകുന്നേരം പരംജ്യോതിയിലെ ക്ലാസ്, അത് കഴിഞ്ഞാൽ ക്വിസ്, അത് കഴിഞ്ഞാൽ ക്ലാസ്, നിരന്തരം ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ അത് ഫുൾ ടൈം സ്റ്റഡി ആയിരുന്നു. നമ്മൾ അതിൽ ഫുൾ ടൈം നമ്മൾ അതിലേക്ക് നോക്കിയിരിക്കും. പച്ചമഷിയിൽ എപ്പോഴും മെസ്സേജ് ഉണ്ടാവും, അത് വാട്സപ്പ് ആണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ സിലബസ് വന്നു. സിലബസ് വന്നതോടുകൂടി വീണ്ടും തളരുമോ കഥ മാറി. കാരണം പ്രതീക്ഷിക്കാത്ത കുറേ സംഗതികൾ വന്നു. സിലബസ് വ്യത്യസ്തമായിരുന്നു. അതെ, കാരണം ലോക്കാർക്ക് കുറച്ചും കൂടെ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിലബസ് വന്ന് IPC, CRPC, എവിഡൻസ് ആക്ട്, റവന്യൂ റിക്കവറി ആക്ട്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ലോസ് ഉണ്ടായി. ഞാൻ MCOM അതെ CA-കാർക്ക് എഴുതായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മടിച്ച് നിൽക്കല്ല, നമ്മൾ തളരുന്നില്ല, നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പരംജ്യോതിയിൽ ഏകദേശം ഒരു 1.5 വർഷത്തോളം ക്ലാസ്സുകൾ കിട്ടിത്തുടങ്ങി. അപ്പോൾ അവർ ഏകദേശം ആയി. പിന്നെ കുറച്ച് ലോഡ പോർഷൻസ് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ വീക്കിൽ ഡെയിലി ഉള്ള ക്ലാസ്സുകൾ
2 ദിവസം 1 ദിവസമൊക്കെ ആയപ്പോൾ ലൈവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് പച്ചമശീലുള്ള ആളുകൾ എന്ത് ചെയ്തു, പുതിയൊരു കോച്ചിങ് സെൻ്ററും കൂടെ ചെയ്തു. അത് ശരി. സഹകാരി റേസ് പ്ലസ് എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സായിട്ട്. ഒരിക്കലും പറഞ്ഞ ചോദ്യം മോശമല്ല, പറഞ്ഞത് നന്നായിട്ട് അവിടെ സുനിതാമ്മയുടെ ബേസ് അതാണ്. GST നമുക്ക് ജസ്റ്റിൻ സാറും ഒക്കെ നന്നായിട്ട് അക്കൗണ്ട്സ് ഓരോരോ എടുത്ത് കഴിഞ്ഞാലും അടിപൊളിയായിരുന്നു. പക്ഷേ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാമല്ലോ, റിവിഷൻ വരെ ചെയ്ത് തന്നെ പിന്നെ ഒന്നും ചെയ്യാമല്ലോ. പക്ഷെ നമുക്ക് ലൈവായിട്ട് നിൽക്കണം, ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് സക്സസ്. ലാഗ് ഇല്ലാതെ നിൽക്കണം, നമ്മൾ വിട്ടുപോകരുത്, ഒരു പിന്മാറ്റം ഉണ്ടാകരുത്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് നിൽക്കാൻ വേണ്ടി സഹകാരി ചേർന്നു. പിന്നെ ഈ ലോ ആണല്ലോ, അപ്പോൾ ലോക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞങ്ങൾ മിക്ക ആളുകളും MCOMാരാണ്. അപ്പോൾ അതിന് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പുതിയൊരു കോച്ചിങ് എന്ന് പറഞ്ഞാൽ സഹകാരിയല്ല, സഹകാരിക്ക് പുറമെ ലോ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലോ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അത് ഞങ്ങൾ പുറത്ത് പറയുന്നില്ല. എന്തായാലും അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നു. അപ്പോൾ ഈ ചുരുക്കി പറയുകയാണെങ്കിൽ 3 കോച്ചിങ് ആയിരുന്നു. 1 പരംജ്യോതി, രണ്ടാമത് നമ്മൾ സഹകാരി, 3 ഈ പറഞ്ഞ ലോഡ്. അങ്ങനെ ലൈവായിട്ട് മുന്നോട്ട് പോയി. പിന്നെ എക്സാം വന്നു, എക്സാം എഴുതി. പിന്നെയും ഞങ്ങൾ ലൈവായിരുന്നു. ഇന്റർവ്യൂ വരെ ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഫസ്റ്റ് റാങ്ക് അടിച്ചു, സെക്കൻഡ് റാങ്ക് ശ്രീകുമാർ സാറിന്, 6th റാങ്ക് ഷമീം സാറിന്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ കമ്പൈൻ സ്റ്റഡി നടത്തിയിരുന്നു. ഞങ്ങൾ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുരുക്കി പറയാൻ എനിക്ക് തോന്നുന്നത് ഞാനും ശ്രീകുമാർ സാറും രണ്ടാളും കൂടെ വിളിച്ച കോളിൻ്റെ മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 1 lakh ഒരു 1700 കോളോട്ടം വന്നിട്ടുണ്ട്. അത് 30 മിനിറ്റ് 40 മിനിറ്റ് ചിലപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ. എനിക്ക് തോന്നുന്നു 1 ലക്ഷം മിനിറ്റെങ്കിലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. ഏറ്റവും വലിയ എനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്നറിയോ, നിങ്ങൾ പലരും കേരളത്തിന്റെ പല ഭാഗത്തുള്ളവരാണ്, പലരും ഇപ്പോഴും കണ്ടിട്ടില്ല. കുറച്ച് പേര് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ളൂ അറിയാം ഇതിനകത്തൂടെ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാം എന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങൾ കാണിച്ചു കൊടുത്തത്. ഇങ്ങനെയും കൂട്ടായ്മകൾ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഞാൻ കണ്ടു, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും തൊഴിൽ വാർത്തയുടെ കഴിഞ്ഞ വീക്ക്, അതായത് മെയ് ആദ്യ വീക്കിൽ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലത്തെ തൊഴിൽ വാർത്തയുടെ 2nd പേജിൽ ഇവർ 3 പേരെയും പറ്റിയിട്ടൊരു ലേഖനമുണ്ട്. 3 പേരും PSCയുടെ മതിൽ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തേക്കുന്ന ഫോട്ടോയാണ്. അത് ഞാൻ ചോദിച്ചപ്പോൾ അതിനൊരു കഥ പറഞ്ഞു. അതെന്താ സംഭവം ഇവരോട് ഒന്ന് പറഞ്ഞു. അത് പ്ലാൻഡ് ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഏകദേശം ഫോട്ടോ പ്ലാൻഡ് ആയിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 പേര് എക്സാം കഴിഞ്ഞ ഉടനെ വിളിച്ചു. അതിനുശേഷം ഞങ്ങളെ അധ്യാപകരെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞതും ഇത്രയൊക്കെ മാർക്ക് കിട്ടാൻ നമ്മൾ കൂട്ടി നോക്കുമല്ലോ. ആ കൂട്ടി നോക്കിയതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിൽ 60 above റേഞ്ചിൽ മാർക്ക് ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അത് മുൻനിരയിൽ 10-നുള്ളിൽ ഉണ്ടാവും അവർ ഞങ്ങൾ ഉറപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ കേരളത്തിലുള്ള കംപ്ലീറ്റ് ആളുകളുടെയും കൂട്ടായ്മ, ഈ പറഞ്ഞ STOയിൽ എഴുതിയ എക്സാമുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ പല രൂപത്തിൽ കണ്ടെത്തി. അതിലും സർവേ എടുത്തു. സർവേ എടുത്തപ്പോൾ ഏകദേശം ഉറപ്പായി ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഒരു 5ന്റെ ഉള്ളിൽ ഷുവർ ആണെന്നുള്ളത് ഉറപ്പായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതിയത് അങ്ങോട്ടോ മാറിയാലേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞാണെങ്കിൽ കുറച്ച് അല്പത്തരം തന്നെയായിരുന്നു, ശരിക്കും പറയുന്ന അല്പത്തരായിരുന്നു. ഫോട്ടോ എടുക്കൽ മാത്രമല്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാനും ശ്രീകുമാർ സാറും ഷമീം സാറും ഞങ്ങൾ മൊബൈലിൻ്റെ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം മുമ്പ് ഇതാ കാണിച്ചു തരികയാണെങ്കിൽ കണ്ടോ, ഇതിൽ മുഹമ്മദ് റിയാസ് ഫസ്റ്റ് റാങ്ക് STO. ഇത് ഞങ്ങൾ ഇപ്പോൾ എഴുതിയതല്ല, കുറച്ച് മുമ്പ്, അതായത് എക്സാം എഴുതുന്നതിൻ്റെ 1 വർഷം മുമ്പാണ് ശരിക്കും നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെന്നു എന്നുള്ളതാണ്. നമ്മൾ അതിലേക്ക് ലൈവായിട്ട് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. എല്ലാവരും നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതല്ലാതെ വേറെ പറ്റില്ല, എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം. കാരണം വേറെ മൈൻഡ് നമുക്ക് വേറെ അടുത്തേക്ക് പോകാൻ പാടില്ല. വാച്ചിന്റെ ഫേസ് ഇതല്ല, എൻ്റെ ഒരു ഡീറ്റെയിൽ വാച്ച് ഉണ്ടായിരുന്നു, വാച്ചിന്റെ ഫേസ് STO എന്നായിരുന്നു. പിന്നെ അതേപോലെ നമ്മളെ വാട്സപ്പിന്റെ കോട്ട് STO 4 കുത്തായിരുന്നു. അപ്പോൾ ആൾക്കാർ പലതും ചിന്തിക്കും നമ്മൾ ഇങ്ങനെ. അപ്പോൾ എന്തായാലും അത് ഒരു എന്താണ് അല്പത്തരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് നമ്മളെ ഒരു കൂടപ്പുറപ്പായിട്ട് കൊണ്ടുവന്നതോടുകൂടി അത് അങ്ങനെ കൊണ്ടുപോയതുകൊണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ ആ ഫോട്ടോ എടുത്ത് വെച്ചു. ഇപ്പം ഇന്നലെ നിങ്ങൾ തൊഴിൽ വാർത്തയിൽ കണ്ട ആ ഒരു ഫോട്ടോ ഇവർ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ റാങ്ക് ലിസ്റ്റ് വരും, ഇന്നെടുത്ത് പൊക്കണം എന്നുള്ള രീതിയിൽ 3 ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പേര് റാങ്ക് ഹോൾഡേഴ്സ്. അതെ, അങ്ങനെ എടുത്ത ഫോട്ടോയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി. കാരണം ഇപ്പം ശ്രീകുമാർ സാറിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേന്നാണ് ഇത് ഞാൻ കാണുന്നത്, തൊഴിൽ വാർത്ത വരുന്നത്.
അപ്പോൾ ഇപ്പം റിയാസിനെ കണ്ടപ്പോഴാണ് റിയാസ് പറഞ്ഞത് അതിന് മുന്നേ എടുത്തതാ അത് തൊഴിൽ വാർത്ത വന്നിട്ട് എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും കാര്യമാണ്. പിന്നെ ഈ ഒരു ഫസ്റ്റ് റാങ്ക് ഇപ്പം വന്നല്ലേ ഉള്ളൂ. അപ്പം ഇതിനെപ്പറ്റിയുള്ള ബാക്കി അഡ്വൈസ് കാര്യങ്ങളൊക്കെ ഇനി പുറകെ വരും. ഇപ്പം അറ്റ് പ്രസൻറ്റ് ഖാദി ബോർഡിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. കൂടെ കമ്പനി ബോർഡ് പിന്നെ കമ്പനി ബോർഡ് ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ഇനിയിപ്പം അഡ്വൈസ് വന്നിരിക്കുന്നു. അപ്പോൾ അതിലേക്കൂടെയൊക്കെ ഉള്ള അത് ഇതിന്റെ ഇടയിൽ എഴുതിയതാണോ അതിന് മുന്നേ എഴുതിയതാണോ എങ്ങനെയാണ്? ഇതിന്റെ ഇടയിൽ എഴുതിയാണ്. STO കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കിട്ടിയ സാധനമാണ്, ഒരു അഡീഷണൽ ആയിട്ട് കിട്ടിയ സാധനം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബികോം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ പോസ്റ്റ് തന്നെ എയിം ചെയ്ത് പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തന്നെ വരും. ബാക്കിയുള്ള വരും. അതൊരു പോയിന്റ്. ഏറ്റവും വലിയ പോസ്റ്റ് എയിം ചെയ്ത് പഠിച്ചാൽ ബാക്കിയുള്ള പോസ്റ്റ് കൂടെ പോരും. അപ്പൊ ഇപ്പോഴത്തെ ജോലി എങ്ങനെയാണ്? നന്നായിട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഇനിയിപ്പോ STO വരുമ്പോ അതിലേക്ക് മാറും. അപ്പൊ ഈ പഠന സമയങ്ങൾ വീട്ടിലിരുന്നായിരുന്നല്ലോ പറഞ്ഞ കൊറോണ ടൈം. എനിക്ക് തോന്നുന്നു കൊറോണ ടൈമിലായിരുന്നു. ആ ഒരു ടൈം ആയിരുന്നു വീട്ടിലിരുന്ന്. എത്ര ഈ ഒരു കൂട്ടായ്മ കൂടാതെ സെൽഫ് സ്റ്റഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മൾ ഇതിൽ ശരിക്കും പറയണേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞൂടെ, ഒരു നമ്മളെ പ്രശ്നം വെച്ചാൽ ഒരു 6-7 പ്രശ്നങ്ങളാണ്. ഒന്ന് സമയമില്ല നമ്മൾ പറയും, ഒന്ന് ടൈമില്ല നമ്മൾ പറയും, 2 പേഴ്സണൽ ഇഷ്യൂസ് വരും, 3 ഫാമിലി, ജോലി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഉള്ളത് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, പിന്നെ സ്ട്രഗിൾ വരുമോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇനി കിട്ടില്ലെങ്കിൽ എന്താവും, ഇങ്ങനെയുള്ളൊരു കുറേ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. ഇതിൽ ആദ്യം നമുക്ക് ആദ്യം ടൈം എടുക്കുകയാണെങ്കിൽ ടൈം ഒരു ദിവസം 24 മണിക്കൂറുണ്ട് അല്ലേ? നമ്മൾ ടൈം ഇല്ല, പക്ഷെ നമ്മൾ ടൈം ഉണ്ടാക്കണം. ഒരു ദിവസം ഇപ്പോൾ സിലബസ് വരുന്നത് വരെയൊക്കെ നമ്മൾ ഒരു 1 to 6 എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലെ 4-1 ഭാഗം നമ്മളിത് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. സിലബസ് വരുന്നത് നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം സിലബസ് വരെ 8-9 മാസം എടുക്കും മിനിമം. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ പഴയ സിലബസ് വെച്ചിട്ട് മുന്നോട്ട് പോവുക. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 to 6 hours ഡെയിലി. അത് കംപ്ലീറ്റ് വായിക്കുക എന്നുള്ളതല്ല, അതോടൊപ്പം നമുക്ക് കുറേ ക്യൂസുകളായിട്ടും OMRകളായിട്ടും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങൾ ചെയ്തിരുന്നത് രാവിലെ 2 മണിക്കൂർ ഉണ്ടാവും, പിന്നെ രാത്രി ഒരു 3-4 മണിക്കൂർ, 4 മണിക്കൂർ മിനിമം. അതിൽ 2 മണിക്കൂർ പരഞ്ചോതിയുടെ ക്ലാസ് ഉണ്ടാവും, ബാക്കിയുള്ള ഞങ്ങൾ ക്യൂസുമായിട്ട് പോകും. കോളേജിൽ നിന്നും പഠിച്ചിരുന്നു. കോളേജിൽ വർക്ക് ചെയ്തപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഞാൻ HOD ആയിരുന്നു. അവിടുന്ന് എക്സാമിന്റെ ഇൻചാർജ്, പ്രൈവറ്റ് കോളേജ് എക്സാം ഇൻചാർജ് ഉണ്ടായിരുന്നു, അഡ്മിഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഓഫീസ് സൂപ്രണ്ട്, ഈ പറഞ്ഞ 4 പോസ്റ്റുകൾ മിനിമം ഉണ്ടായിരുന്നു. ഒപ്പം സ്റ്റാഫ് അഡ്വൈസർ, അങ്ങനെയൊക്കെയുള്ള കുറേ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലും നമ്മൾ സമയം കട്ടിയിരുന്നു. നമ്മൾ സിലബസ് ഉണ്ടാക്കിയപ്പോൾ, സിലബസ് വന്നപ്പോൾ ഞങ്ങൾ ചെയ്തിരുന്നത് ഓരോ ദിവസം ഇന്ന ഏരിയ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളെ സിലബസ് എങ്ങനെയാ വെച്ചാൽ ഒരു 2 വീക്കിലേക്ക് ഇന്ന ഏരിയ, ഒരു മൊഡ്യൂള്. അപ്പോൾ നമ്മൾ അതിൽ ഏത് ഭാഗം എടുത്ത് പഠിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 15 മിനിറ്റ് ഫ്രീ കിട്ടും. ആ 15 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ നോക്കും. അപ്പോൾ ഒരു ദിവസത്തിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 10-15 മിനിറ്റിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടും, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. സിലബസ് വന്നാൽ പിന്നാണ് നമ്മളാണ്ട് ഇറങ്ങിക്കോളുക. ഒരു 10 above മിനിമം ഡെയിലി നമ്മൾ പഠിക്കണം. പിന്നെ വീട്ടിലത്തെ കാര്യം, 2ാമത്തെ പ്രശ്നം, വീട്ടിലത്തെ പ്രശ്നം. ഭാര്യ മക്കളുണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പൻ്റെ വീട് പണി നടന്നിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനാണ്ട് ഇറങ്ങി തിരിച്ചാൽ ആ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ വൈഫിനും അറിയും, കുട്ടികൾക്കും അറിയും, ഉമ്മയ്ക്കും അറിയും, ഫ്രണ്ട്സിനും അറിയും നമ്മൾ പഠിക്കാൻ ഇറങ്ങിയെന്ന്. അപ്പോൾ താനേ മാറി തരും. എൻ്റെ അടുത്ത് ഞങ്ങളെ ഇപ്പോൾ മാറി താമസിച്ചിട്ടുണ്ട്, ഞാനും ഇപ്പോൾ വേറെ വീട് കെട്ടി താമസിച്ചു. ആ സമയത്ത് തീർച്ചയായിട്ടും വൈഫുണ്ട്. വൈഫ് എൻ്റെ അടുത്തേക്ക് ഞാൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ അങ്ങോട്ട് വിടില്ല. അപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ മേലേക്ക് പോയിട്ട് ഞാൻ ഇരുന്ന് പഠിക്കും. അപ്പോൾ നമ്മളത് വിടില്ല. നമ്മൾ ആ സമയത്ത് കുറച്ച് കുട്ടികളെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് ഒരു നല്ല കാര്യത്തിനായല്ലോ. അപ്പോൾ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഷുവറാ, അതൊരു സംശയം വേണ്ട. ഫ്രണ്ട്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ ഈ ഫ്രണ്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ തളരണ്ട. നമ്മളാണ്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അവർ നല്ല എല്ലാവരും ഉണ്ടാവും. നമ്മൾ സംശയിക്കുന്നതാണ്. കാരണം ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന സംഗതി ഇതാണ്. ഒരു പക്ഷേ കൊറോണ വന്നതൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട്. കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ഇല്ല. ഓൺലൈൻ കോച്ചിങ് ഇല്ലെങ്കിൽ ഈ ഷമീം സാറും ശ്രീകുമാർ സാറും പച്ചമശി ഇല്ലെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ അനുഗ്രഹമാണ്, ഷുവറായിട്ടുമാണ്. അപ്പോൾ അത് സംഗതിയാണ്. പിന്നെ നോമ്പ് കാലത്താണ് ശരിക്കും ഞങ്ങൾ എക്സാം വന്നത്. പലപ്പോഴും നോമ്പല്ലേ, ക്ഷീണിക്കില്ലേ, ഞാനത് തിരിച്ച് പോസിറ്റീവായിട്ട് കണ്ട്. നോമ്പ് കാലമാകുമ്പോൾ കുറച്ച് രാവിലെ കുറച്ചും കൂടെ അത്താഴത്തിന് എണീക്കും, പിന്നെ ഉറങ്ങണ്ട, ആ സമയത്ത് പഠിക്കാം. 17 മണിക്കൂർ വരെ ഞങ്ങൾ മിനിമം പഠിച്ചിട്ടുണ്ട്. 17 മണിക്കൂർ വരെ
അത്രയും പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ നമ്മളെ പ്രശ്നം അതാണ്, ഈ എന്ത് പഠിക്കണം എന്നുള്ളതിന് സിലബസ് വരുന്നവരെ പഴയ സിലബസ് മാത്രം നോക്കി പോവുക. പുതിയതിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. വേറെ ഒന്നിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതില്ല, സിലബസ് ഓൺലി. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ ഹൗ ടു സ്റ്റഡി, ഇതാണ് കോർ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് പല ആളുകൾക്ക് പല രൂപത്തിലാണ്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. ഞങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ശരിക്കും പറയാം, ഒരു 360 ഡിഗ്രി ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല വിചാരിക്കും. നമ്മൾ ഒരു കൊമേഴ്സിലോട്ടാകുമ്പോൾ 360 ഡിഗ്രി അപ്രൈസൽ. ഒരാളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സുപ്പീരിയറും സബോർഡിനേറ്റ്സും സെയിം ലെവലിലുള്ള ആളുകളും അപ്രൈസൽ നടത്തും. അപ്പോൾ ഇയാളുടെ കറക്റ്റ് സംഗതി കിട്ടുമല്ലോ. അതേപോലെ ഇതിന് പഠനം എന്ന് പറയുകയാണെങ്കിൽ ഈ 3 കോച്ചിങ്, അതോടൊപ്പം പച്ചമശിയിലെ ക്ലാസ്, രാവിലെ ക്ലാസ്, പിന്നെ ഈ നമ്മളെ പരഞ്ചോതിയിലെ ഒഫീഷ്യലായിട്ടുള്ള ക്യൂസ്, അതോടൊപ്പം ഞങ്ങളെ പച്ചമശിയിലെ ക്യൂസ്, പച്ചമശിയിലെ ക്ലാസ്, പിന്നെ ഞാനും ശ്രീകുമാർ സാറും ഷമീം സാറും ഇരുന്നിട്ടുള്ള ക്ലാസ്സുകൾ, സമയങ്ങൾ. അതോടൊപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കും പഠിക്കാറുണ്ട്. കാരണം എല്ലായ്പ്പോഴും ചിലപ്പോൾ അവരെ കിട്ടില്ല, ചിലപ്പോൾ അവർ ചെറിയ എന്തെങ്കിലും സംഗതി ഉണ്ട്. ഒറ്റയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മൊബൈൽ എടുക്കാനുള്ള സംഗതി ഉണ്ട്. അപ്പോൾ മൊബൈൽ ഞാൻ ചെയ്തിരുന്നത് കുറേ നമ്മളെ STOയുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രം മുകളിലേക്ക് പിൻ ചെയ്ത് വെച്ചു, ബാക്കിയുള്ളത് ആർച്ചീവ് ചെയ്ത് വെച്ചു. അപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക്, അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ അതിലേക്ക് ഒതുങ്ങി നിൽക്കും. അപ്പോൾ ആ ഒരു വാട്സപ്പ് നോക്കൽ കുറേയൊക്കെ ഉണ്ട് നിൽക്കും. അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ എപ്പോഴും ഇരുന്ന് വായിക്കുന്നതിന് പകരം ബ്രേക്ക് കൊടുക്കും. വർക്കൗട്ടിങ്, ഈ MCQ വർക്കൗട്ടിങ് അതൊരു വല്ലാത്ത സംഗതിയാണ്. നമ്മൾ ഒരിക്കലും MCQ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല, പക്ഷേ നമുക്ക് പാറ്റേൺ കിട്ടും. ഇത് MCQ വർക്ക് ചെയ്യാൻ MCQൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം അതിൻ്റെ നോക്കിയിട്ട് ഇതാണ് ആൻസർ അങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ A എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഒരു മോഡേൺ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ, കെയ്സൺ അല്ലെങ്കിൽ ലീൻ മാനേജ്മെന്റ്, TQM, TPM അങ്ങനെയുള്ള സംഗതി ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആൻസർ കെയ്സൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കേസൺ ആണ് ഇത് മനസ്സിലാക്കുക മാത്രമല്ല, ലീൻ മാനേജ്മെന്റ് ഉണ്ട്, അത് എന്തോ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ, അതും കൂടെ അനലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കിട്ടും, ആ 4 ക്വസ്റ്റ്യൻസ് കിട്ടും. ഇത് ഞാൻ കോളേജിൽ നിന്നൊക്കെ ചെയ്തിരുന്നത്, എനിക്ക് മുമ്പിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, അവിടുന്ന്. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ഈ PSCയുടെ ക്വസ്റ്റ്യൻസും മുമ്പത്തെ കൊമേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 60ഓളം ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിരുന്നു. ഒപ്പം നെറ്റ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു വേർഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യും, അതിന് അനലൈസ് ചെയ്യും. ഇതായിരുന്നു നമ്മൾ കോളേജിൽ നിന്ന് ചെയ്തിരുന്നത്, കുറേ വായിക്കുന്നതിന് പകരം. അപ്പോൾ ഫ്രീ ടൈമുകൾ അങ്ങനെയായിരുന്നു വർക്കൗട്ട് ചെയ്തിരുന്നത്. പിന്നെ ഒപ്പം ചെയ്തിരുന്ന സംഗതി മോക്ക് ടെസ്റ്റ്, സെൽഫ് മോക്ക് ടെസ്റ്റ്. ഇതെങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ചില ഈ PSCയുടെ അതേ നമ്മളെ OMR ഷീറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു 50 ഷീറ്റുള്ള 2 എണ്ണം ഞാൻ വാങ്ങി, അപ്പോൾ 100 ഷീറ്റായി. ഈ ഷീറ്റുകൾ വന്നിട്ട് ഓരോ ശനിയും ഞായറും ഫ്രീ ഉണ്ടാവും. അപ്പോൾ ഈ ഉച്ച സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഉച്ച സമയം നമ്മൾ ടൈം സെറ്റ് ചെയ്യും. 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒരു PSCയുടെ ക്വസ്റ്റ്യൻ എടുക്കും, നമ്മൾ ഫേക്ക് രജിസ്റ്റർ നമ്പർ ഉണ്ടാക്കും, ആ രജിസ്റ്റർ നമ്പർ ഉണ്ടാക്കും, അതേപോലെ ചെയ്തു പോകും. എന്നിട്ട് ആ ടൈം കഴിയുമ്പോൾ നിർത്തും. ഇങ്ങനെ എൻ്റെ ഒരു ഓർമ്മ വെച്ച ഒരു 80 അബവ് ക്വസ്റ്റ്യൻസ് എങ്കിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻസ് ഇത് അത് യൂസ്ഫുൾ ആവുന്നുള്ള കാരണം വെച്ചാൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ വരും. ശരിയാണ്. അപ്പോൾ എന്ത് എഴുതണം, എങ്ങനെ എഴുതണം, അത് ആ ടൈമിലൂടെ ആകുമ്പോഴത്തേനും ആ പ്രശ്നവും വരത്തില്ല. സാധാരണ 1:15 പരീക്ഷ, അത് നമുക്ക് നന്നായിട്ട് ഒരു ബെനിഫിറ്റ്, കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട്. അതിലെല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ നമ്മളൊക്കെ ചെയ്തിരുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് അറിയുന്നതും അറിയാത്തതും ടിക്ക് ചെയ്ത് പോകാറില്ല. ആദ്യം ഒരു 1 ലൈൻ ഡ്രാഫ്റ്റ് നമ്മൾ നോക്കി ഒറ്റയടിക്കിന് പോയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അറിയുന്ന ആൻസർ നന്നായിട്ട് നമ്മൾ ബബിൾ ചെയ്യും. പിന്നെ ഉള്ളത് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കും. ഇതിന് ചിലപ്പോൾ ആൻസർ പിന്നീട് കിട്ടും. അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ 1 മണിക്കൂർ കഴിയും അല്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചിലപ്പോൾ അറിയാതെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിയുന്നത് മാത്രം അത് 100%, പിന്നെ ഒരു 80%. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനും ശ്രീകുമാർ സാറൊക്കെ ചെയ്തിരുന്ന റിസ്ക് എടുത്തിരുന്നു. അതായത് തീരെ അറിയാത്ത നമ്മൾ ഒഴിവാക്കി, പക്ഷേ 50% സാധ്യത ഉള്ളതിനെ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് -മാർക്ക് 0.33 ആണ്.
പക്ഷെ കിട്ടിയ ഒരു മാർക്ക്. അപ്പോൾ 10 എണ്ണം ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 തെറ്റി വിചാരിച്ചു. അപ്പം നമുക്ക് ഈ 1.5 മാർക്ക് നഷ്ടപ്പെടും, ഏകദേശം 1.5 മാർക്ക് നഷ്ടപ്പെടും. പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്നതോ ആ 5 മാർക്കാ. 5-ന്ന് 1.5 പോയാൽ 3 പോയിന്റ് സംതിങ് നമുക്ക് അഡീഷണൽ കിട്ടും. അപ്പോൾ അതിൽ അത്രേ ഉള്ളൂ സംഗതി. അത് കുറച്ച് റിസ്ക് എടുത്തുള്ള. പിന്നെ നമ്മളെ പ്രശ്നം അതാണ് സ്ട്രഗിള് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും. നമ്മൾ തോറ്റു പോകുന്നുള്ള പേടി വരും. ഈ ഒരു പ്രശ്നമാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ആയെന്നേ പറയട്ടെ, നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ സ്ട്രഗിൾ വരും. അതിന് ഉത്തമ ഉദാഹരണമാണ് നേരത്തെ കോളേജ് ആയിട്ടിന് പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കോളേജ് ആയിട്ടിന് പഠിച്ചു, 1.5 വർഷം പഠിച്ചു, എക്സാം എഴുതി, തോറ്റുപോയി എന്ന് പറഞ്ഞാൽ സപ്ലി ലിസ്റ്റിലും കൂടെ ഇല്ല. ആലോചിച്ച് നോക്കണം, 1.5 വർഷം പഠിച്ചിട്ട് സപ്ലിമെന്റ് ലിസ്റ്റിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ മറ്റൊരോടൊക്കെ പറയുന്നത് വരുന്നുള്ളത്. എക്സാം എഴുതുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടും കൂടെ പോയിട്ട് ഞാൻ ഇക്ബാൽ എന്ന് പറയുന്ന ഫ്രണ്ട്, രണ്ടും കൂടെ എക്സാം ഞാൻ അതിലെന്തായാലും വരും കേട്ടോ എന്ന് പറഞ്ഞിട്ടാ പോയിരുന്നത്. നമ്മളതിൽ വന്നില്ല, നമ്മൾ തളർന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ആലോചിച്ച് നോക്കി, ഇതിൽ തളർന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടിയേ പറ്റില്ലെങ്കിൽ ഇവരെ മുഖത്ത് നോക്കണം എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അതൊരു വാശിയായിട്ട് പോയി. അപ്പോൾ സ്ട്രഗിൾ വരും. ഇത് മാത്രമല്ല, സിലബസ് വരുമ്പോൾ നമുക്ക് പറ്റാത്ത സാധനങ്ങളൊക്കെ വരട്ടെ, നമുക്കതിനെ പഠിക്കാം. ഒരു 4 തവണയെങ്കിലും നമ്മൾ റിവിഷൻ നടത്തണം. അതിനുള്ള പരിപാടി ടൈം നമുക്ക് കിട്ടിയേ പറ്റൂ. കണ്ടെത്തണം. എനിക്കൊരൊറ്റ കാര്യമാണ് പറയാനുള്ളത്, നമുക്ക് തോൽവികളുണ്ടാവും. ആ തോൽവിയെ ഒരു ജയം കൊണ്ട് മാത്രമേ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ആ തോൽവിയെ തോൽപ്പിക്കാൻ ഒരു ജയം കൊണ്ടേ നമുക്ക് പറ്റുള്ളൂ. സത്യമാണ്. നമ്മൾ മെസ്സിയൊക്കെ നമുക്ക് അതിൻ്റെ പ്രതീകമാണ്. 2014 വേൾഡ് കപ്പ് അല്ലേ, നമ്മളെ ഒരു ഫൈനലിൽ തോറ്റിട്ട് അയാളാ വേൾഡ് കപ്പിന് നോക്കി നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് കോപ്പ അമേരിക്ക അയാള് ഫെയിലായി. അത് കഴിഞ്ഞിട്ടുള്ള വീണ്ടും കോപ്പ അമേരിക്ക. അത് കഴിഞ്ഞ് വിരമിക്കാനുള്ള പ്രഖ്യാപിച്ചു. പിന്നെ 2021 കോപ്പ അമേരിക്ക, ഫൈനലീസീമ, പിന്നെ വേൾഡ് കപ്പ്. ഈ 3 അയാൾ നേടിയെടുത്തു. ഇൻഡിവിജ്വൽ കുറേ സാധനങ്ങൾ. എന്നിട്ട് നമ്മൾ സുന്ദരമായൊരു നിമിഷമുണ്ട് സത്യം പറയുകയാണെങ്കിൽ. ആ വേൾഡ് കപ്പ് നേടിയിട്ട്, ആ വേൾഡ് കപ്പ് നേടിയതിന് ശേഷം ആ ഒരു സെറമണിയിൽ വെച്ചിട്ട് മെസ്സി പോയിട്ട് ആ ഒരു വേൾഡ് കപ്പിന് മൊത്തം വെക്കുന്നൊരു ഫോട്ടോ ഉണ്ട് അല്ലേ. നമ്മൾ വാൾപേപ്പർ ആക്കേണ്ടത് അങ്ങനത്തെയാണ്. കാരണം തോറ്റിട്ട് ആ തോൽവിയെ മറികടന്ന ആളാണ് മെസ്സി അല്ലേ. ആ ഒരു സംഗതി നമുക്ക് എന്തുകൊണ്ട് ഫോളോ ചെയ്തുകൂടാ? ഒന്ന്, ഡിറ്റർമിനേഷൻ. തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം, എന്ത് എവിടെ എങ്ങനെ. ആ ഡിറ്റർമിനേഷനോട് എനിക്കിത് കിട്ടും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. 2, അതിനെ പാഷനാക്കി മാറ്റുക, പഠനത്തെ പാഷനാക്കി മാറ്റുക. അതായത് നമുക്ക് ചിലപ്പോൾ കളിയും മറ്റുമൊക്കെ, എനിക്ക് ക്രിക്കറ്റ് പാഷനായിരുന്നു, ആ കളി നമ്മൾ പാഷനാകും. കളിയോടൊപ്പം പഠനത്തെ പാഷനാക്കി മാറ്റുക. 3, ഡെഡിക്കേഷൻ. നമ്മൾ അതിലേക്ക് ഇറങ്ങിയാണ് തിരിക്കുക. പിന്നെ പ്രിപ്പറേഷൻ. ഈ 4 സംഗതി ഉണ്ടെങ്കിൽ DP എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ 4 സംഗതി ഉണ്ടെങ്കിൽ വിജയിച്ചു എന്ന് തന്നെ കരുതാം. അതെ, ഞങ്ങൾ ഇവിടെ നിർത്തില്ല. ഞങ്ങൾക്ക് ഇനിയും സ്വപ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കൊരു സ്വപ്നമുണ്ട്. അത് എന്താന്നുള്ളത് ഇവിടെ പറയുന്നില്ല. നേടിയെടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങളെ വിളിക്കും. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ തുടങ്ങും. അപ്പോൾ പച്ചമശിയിൽ കുറേ ആളുകളുണ്ട്. ശരിക്കും പച്ചമശിയിൽ ഞങ്ങൾ 45 പേരുണ്ടായിരുന്നു. അതിൽ 25ഓളം ആളുകൾ ലിസ്റ്റിൽ വന്നു. അതിൽ 15 പേര് മെയിൻ ലിസ്റ്റിൽ വന്നു. ഇനിയിപ്പോൾ അഡ്വൈസ് വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ പിക്ചർ ഇട്ട് തരണ്ട്. 6 പേരുടെ ലിസ്റ്റാണുള്ളത്. അതിൽ 5 പേരും പച്ചമശിക്കാരാവും എന്നുള്ളതാണ് നമ്മളെ ഹൈലൈറ്റ്. അത് വരുന്നതാണ് ഏകദേശം. കാരണം നമ്മൾ ഒരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷെ അത് അഡ്വൈസ് വരുമ്പോൾ 5 പച്ചമശിയും ഒരു പുറത്തുള്ള ആളും, അങ്ങനെയാണ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അതെ, അത് മാത്രമല്ല, പച്ചമശിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കുറേ ആളുകളുണ്ട്. കുറേ ആളുകളും ഒപ്പം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രഞ്ജു എന്ന് പറഞ്ഞ ആള് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ, പ്രവീണ്, അതേപോലെ ദീപ ടീച്ചർ, പിന്നെ അങ്ങനെയുള്ള സുജിഷ ടീച്ചർ. അപ്പോൾ പച്ചമശിയുടെ ഞങ്ങളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നിർത്തല്ല. ഇതൊരു ഫ്രീ ആയിട്ട് മുന്നോട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. അതിലേക്ക് കുറേ ആളുകളെ വരണം. സ്വപ്നം കാണുന്ന ആളുകളുണ്ടാവും, ജോലി, ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള വേണ്ടിയിട്ട് വളരെ സൗജന്യമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നതാണ് ഇപ്പോഴത്തെ സംഗതി. ഇപ്പോൾ നിലവിലുള്ള 45 പേരെയും ഞങ്ങൾ സർക്കാർ ജോലിയിൽ കയറ്റും എന്നുള്ള പ്രതിജ്ഞയിലാണ് ഞങ്ങൾ 3 പേരും. അത് സ്വപ്നം നടക്കട്ടെ. ഇത്രയും ഡിറ്റർമിനേഷനിലൂടെ അത് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും അത് നടക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും
പ്രതീക്ഷ. ഞാൻ എപ്പോഴും ഈ നമ്മുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാറുണ്ട്, എന്താണ് പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ആക്ച്വലി എനിക്കിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം റിയാസ് എങ്ങനെയാണ് ഒരു PSC അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതെന്നുള്ള സകലമായ വിവരങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിയാസ് പറഞ്ഞു തന്നു. അതെന്ന് പറയുന്നത് ഇത്രയും ഡിറ്റർമിനേഷനോടെയും ഇത്രയും കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലായി. ഇത് കാണുന്ന പ്രേക്ഷകർക്കും അത് മനസ്സിലാവും. മാത്രമല്ല, നിങ്ങൾ ഒരു സെൽഫിഷ് മൈൻഡോടെ ചിന്തിക്കാതെ ഇതിലെ കൂട്ടായ്മയിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് വളരെ സൗജന്യമായിട്ട് ജോലിയിൽ എത്തിക്കണം എന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹവും അതും വളരെ എന്താ പറയുക, വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളും അതുപോലെ നിങ്ങളുടെ കൂട്ടായ്മയായ പച്ചമശിക്കും എല്ലാത്തിനും എല്ലാവിധ ആശംസകളും ടോപ്പ് റാങ്ക് ലൈഫ് നൽകുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വപ്നം പൂവണിഞ്ഞിട്ട് വിളിക്കും, ഷുവറായിട്ടും വിളിക്കും. സ്വപ്നം എന്താന്ന് പറഞ്ഞിട്ടില്ല, അത് ഞങ്ങളിപ്പോൾ പറയണ്ട. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങൾ ആ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും വെച്ചിട്ട് നമുക്ക് അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു സംഭവമായിരിക്കും. അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ പ്രേക്ഷകർക്ക് വേണ്ടിയും കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കൊടുത്തതിന് വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.